നമ്മൾ തയ്യാറാക്കുന്നതിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അല്ലെ ഈ കേസരി എന്ന് പറയുന്നത്. അത്രയ്ക്ക് സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പല പല ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇതിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു കേസരിയാണ്. അപ്പോൾ നല്ല ഫ്ലേവറുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കാഷ്യൂസും റൈസിൻസും കൂടെ ചേർത്തിട്ട് വറുത്തൊന്ന് മാറ്റി വയ്ക്കും. ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ കാഷ്യൂസ് റൈസിൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ആ സെയിം നെയ്യിലോട്ട് തന്നെ 1 കപ്പ് പൈനാപ്പിൾ ചോപ്പ് ചെയ്തെടുത്താൽ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ വലിയ പീസായിട്ട് മുറിച്ചിട്ടേ മിക്സിയിൽ ചെറിയ ജാറിട്ട് ഒന്ന് പൾസിലൊന്ന് റെഡിയാക്കിയിട്ട് എടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. ആ ഒരു നെയ്യിലേക്ക് ഒരു പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അതായത് നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് പുറത്തോട്ട് വരും കേട്ടോ. പൈനാപ്പിളിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വന്ന് വറ്റി വരുന്ന സമയത്താണ് നമ്മളിനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു പൈനാപ്പിൾ ഒന്ന് കുക്കായി വരുന്ന ടൈം മാത്രമാണ് കേട്ടോ ഇതിൽ എക്സ്ട്രാ നമുക്ക് ഉള്ളത്. ബാക്കിയെല്ലാം പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ പൈനാപ്പിൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഇപ്പോൾ ആദ്യം നിന്ന് പൈനാപ്പിളിൽ നിന്ന് കുറച്ചിങ്ങനെ വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വീണ്ടും നമ്മൾ ഒഴിച്ച് നെയ്യിലത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതായിട്ടുള്ള റവ എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ വറുത്ത റവ ആയതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ടൊന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ആ റവയൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് തിളച്ച വെള്ളം, അപ്പോൾ ഓരോ കപ്പ് വീതം നമുക്ക് ചേർത്തെടുക്കാം. നമ്മൾ റവ എടുക്കുന്ന ആ ഒരു കപ്പിൻ്റെ അളവിനാണ് കേട്ടോ എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1 കപ്പ് പൈനാപ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവ, അതുപോലെ 3 കപ്പ് വെള്ളം 3 കപ്പ് ചേർത്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ റവ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. ഒരു 3 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. ചെറുതായിട്ട് കട്ട പിടിച്ചാലും കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയത് ഈ ഒരു പാകം എത്തിയിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ കേസരി ആയതുകൊണ്ടും കേസരി കുറച്ച് കളർഫുൾ ആയതുകൊണ്ടും ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. എന്തായാലും ഒരു 4-5 ഡ്രോപ്സ് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1.5 കപ്പോളം പഞ്ചസാര. 1.5 കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമാണ്. 2 കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇരട്ടിയാണ് ചേർക്കാനുള്ളത്. പക്ഷേ എങ്കിലും റവ എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് പഞ്ചസാര ചേർക്കാനുള്ളത്. അത് കുറച്ച് കൂടുതൽ ഭയങ്കര മധുരം ഒരുപാടങ്ങ് ഓവറായി പോകും. പക്ഷേ ഇതൊരു കറക്റ്റ് മധുരമാണ്. എങ്കിലും കൂടുതലെന്ന് തോന്നുന്നവർക്ക് 1 കപ്പ് ചേർത്താലും മതി. അപ്പോൾ ഒരു പഞ്ചസാര അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ എന്തായിരുന്നാലും 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു റവയിൽ ചൂടുകൊണ്ട് തന്നെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പഞ്ചസാര മൊത്തത്തിലൊന്ന് അലിഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വീണ്ടും തിക്കാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പഞ്ചസാര അലിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ടകൾ പോലെയൊക്കെ തോന്നും, അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. നമ്മളിങ്ങനെ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിക്കോളും. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പോളം നെയ്യും കൂടെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. നെയ്യും അതുപോലെ തന്നെ ഇരട്ടിയാണ് എടുക്കേണ്ടത് റവയുടെ. ഇത്രയും നെയ്യ് തന്നെ ഓവറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 കപ്പ് നെയ്യൊക്കെ ചേർത്തിട്ട് കേസരി തയ്യാറാക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കാൻ വയ്യ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്രയൊക്കെ ചേർക്കാം. എന്നാലും കുറച്ച് കൂടുതലാണ് അത്രയും നെയ്ക്കല്ലേ. അപ്പോൾ അത് ആ റവ എല്ലാം എന്താ കുക്കായി പഞ്ചസാരയൊക്കെ അരിഞ്ഞ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം. നമ്മൾ ആ ഒരു ഏലക്കം ചതച്ചിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ അപ്പുറത്തുള്ള പച്ചത്തൊലി വേണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസും കൂടെ ഒക്കെ ചേർത്തിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ഒരു ടൈമിൽ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടും. ഇതുപോലെ ചട്ടിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകമാണ് കേട്ടോ. നമ്മൾ ഹൽവയൊക്കെ തയ്യാറാക്കില്ല ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ കേസരി നമുക്ക് അതിലേക്ക് ഒഴിച്ച്
ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ രണ്ടും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആ ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പം അടുത്ത ദിവസം പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു നുള്ള്, അതായത് ഒരു കുറച്ച് വളരെ ലൈറ്റായിട്ട് മാത്രം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളുപ്പ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പച്ചവെള്ളത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചസാരയും ഇതെല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ആ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അത് ചൂടോട് കൂടിയും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തണുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു പ്ലേറ്റിലോട്ട്, സ്റ്റീൽ പ്ലേറ്റിലാണ് കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതാ ഈ ഒരു കേസരി ഒന്ന് ഒഴിച്ച് തണുക്കാനായിട്ട് മാറ്റിക്കും. 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നല്ല ഷേപ്പായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ. ഈ ഒരു റെസിപ്പി വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.